ഏവർക്കും വിപിൻലാൽ ടോക്കിലേക്ക് സ്വാഗതം. അപ്പോ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള, അതായത് ലോകസഭ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർണയിച്ചിരിക്കുകയാണ്, പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർണയിക്കാനുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ചാനലിലൂടെ കുറച്ച് എപ്പിസോഡുകളായിട്ട് ഇനി വരാൻ പോകുന്നത്. അതല്ലാതെ തന്നെ സമകാലികമായിട്ടുള്ള അന്നന്ന് വരുന്ന ന്യൂസിനോട് അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അവലോകനം ചെയ്തിട്ടും നമ്മുടെ വീഡിയോ ഉണ്ടാവുന്നതാണ്. അപ്പൊ അങ്ങനെ കൂടുതൽ വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോ നിങ്ങളുടെ അനുഗ്രഹം നമുക്ക് ആവശ്യമാണ്. അപ്പോ നിങ്ങൾ ആ അനുഗ്രഹ ആശിസുകൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ പത്തനംതിട്ട മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി അനിൽ ആന്റണി ഉണ്ട്, അഥവാ ആന്റണിയുടെ മകനെ തീരുമാനിച്ചിരിക്കുകയാണ് BJP. അപ്പൊ അത് നല്ലൊരു സ്ഥാനാർത്ഥിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താ വെച്ചാൽ ഒരു യുവാവ്, അല്ലാതെ ഇങ്ങനെ കാലം കഴിഞ്ഞ കുറെ വീപ്പുപാണ്ഡങ്ങൾ എന്നോണം പിന്നെ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരിടാതെ യുവാക്കൾക്ക് അവസരം നൽകുക, യുവതികൾക്ക് അവസരം നൽകുക, അങ്ങനെ നല്ല നല്ല വികസന കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്ന ആൾക്കാരെയാണ് എന്താക്കേണ്ടത്, നമ്മൾ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. അതേപോലെ തന്നെ വ്യക്തമായ രാഷ്ട്രീയവും വേണം, അതേപോലെ ഉൾക്കാഴ്ച വേണം. മുന്നോട്ടുള്ള വിഭാഗങ്ങൾക്കും മുന്നോട്ട് വളർന്നു വരുന്ന ആൾക്കാർക്കും ജീവിക്കാൻ ഉതകുന്ന തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളായിരിക്കണം, ആ കാഴ്ചപ്പാടിലൂടെ ആയിരിക്കണം ഓരോ സ്ഥാനാർത്ഥിയും പോകേണ്ടത്. അല്ലാണ്ട് വെറുതെ അവനവന്റെ കീശ വീർപ്പിക്കാനും അവനവന്റെ മക്കളെ വിദേശത്തും മറ്റുള്ള കാര്യങ്ങളിലും കൊണ്ടുപോയിട്ട് വിദ്യാഭ്യാസം നൽകാനുള്ളതാണ്. സാധാരണക്കാരന്റെയും ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്ന ആൾക്കാർക്കാണ് വോട്ട് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഒരു വാശി പിടിച്ച മാതിരി അടിമകളാവുമല്ലോ, ഏതെങ്കിലും ഒരു പാർട്ടികൾക്ക് അടിമകളാവുമല്ലോ ചെയ്യേണ്ടത്. ആരാണോ ഇവിടെ വികസനം കൊണ്ടുവരുന്നത്, ആരാണ് ഇവിടെ വികസനം കൊണ്ടുവന്നത്, 5 വർഷം നമ്മൾ കൊടുത്തതിൽ ആ 5 വർഷം അയാൾ എന്ത് ചെയ്ത്, ഇവിടെ എന്താണ് ചെയ്തത്, നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, നമുക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങേക്ക് റേഷനരി കൊണ്ടുത്തന്നോ എന്നുള്ളതല്ല, നമുക്ക് അടിസ്ഥാനപരമായിട്ട് എന്താണ് ചെയ്തത്, എന്തൊക്കെ വികസനങ്ങളാണ് ചെയ്തത്. എന്നാൽ അപ്പൊ ഒരു റോഡിന്റെ വികസനം വന്നിട്ടുണ്ടെങ്കിലും അത് ഇവിടെയുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും കൂടിയാണ് വന്നത്. അതേപോലെ അങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനങ്ങൾ എന്തൊക്കെ വന്ന് എന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മൾ വോട്ട് ചെയ്യാൻ. അപ്പൊ ആ ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരനായ അനിൽ ആന്റണിക്കാവട്ടെ പത്തനംതിട്ടക്കാരുടെ വോട്ട്. അദ്ദേഹത്തിന് ഒരുപാട് വിഷയമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ മുദ്രാവാക്യം ഇതാണ്, പ്രധാനമന്ത്രിയുടെ ജാതി ഇതാണ്, പ്രധാനമന്ത്രിയുടെ മതം ഇതാണ്, എന്ത് യുവാക്കളും യുവതികളും കർഷകരും സ്ത്രീകളും പാവപ്പെട്ടവരും. അദ്ദേഹം ആ PC ജോർജിനെ കാണാൻ പോയാലും അനുഗ്രഹം വാങ്ങാൻ പോയാലും അവിടെ മാധ്യമങ്ങൾ ചോദിച്ച ആ സമയത്ത് അദ്ദേഹം അത് കറക്റ്റായിട്ട് എടുത്തു പറയുന്നു. അതേപോലെ ഒരു പിൽഗ്രിമാണ് ഏറ്റവും വലിയ, ഇന്ത്യയിലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിശ്വസിക്കുന്നത്, ആ വിശ്വാസത്തിന്റെ ഭാഗവുമായ ശബരിമല സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ്. പക്ഷെ അവിടുത്തെ ആ സൗകര്യങ്ങൾ എന്താണ് അവിടെ ഓരോ വർഷവും നടക്കുന്നത്? വല്ലാതെ എങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ അടുത്തുള്ള ൊന്നും പോകേണ്ട ആവശ്യമില്ല, തിരുപ്പതിയിലേക്കൊന്ന് പോയാൽ മതി. തിരുപ്പതി അങ്ങനെ തന്നെയാണ്, ഒരു വിപുലമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. പക്ഷെ ഇത്രത്തോളം സൗകര്യങ്ങളാണ് അവിടെ ഉള്ളത്. ടോയ്ലറ്റ്, ആ ടോയ്ലറ്റിൽ വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ തോന്നും, അത്രയും വൃത്തിയുള്ള ടോയ്ലറ്റുകൾ. അതേപോലെ ഭക്ഷണം, അവിടെ വരുന്ന ഒരാളും ഒരു ടൈമിലുള്ള ഭക്ഷണവും കിട്ടാതെ അവിടെ നിന്ന് ഇറങ്ങി വരില്ല. 10,000-കണക്കിന് ആൾക്കാരാണ് അവിടെ വരുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഒരേ ടൈമിൽ ഭക്ഷണം കൊടുക്കുന്ന ഒരു ആരാധനാലയം ഉണ്ടെങ്കിൽ അത് തിരുപ്പതി ആയിരിക്കും. അതും എത്ര നീറ്റ്, എത്ര നല്ല ഫുഡ്,
അതേമാതിരി ഫുഡോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണമെന്ന് പറയുന്നില്ല ശബരിമലയിൽ. ഫുഡ് കൊടുത്തിട്ടില്ലെങ്കിലും അവിടെ വരുന്ന സ്വാമിമാർക്ക് യഥേഷ്ടം നല്ല രീതിയിലൊന്ന് അവിടെ ദർശിച്ചു പോകാൻ, ആ ദർശനം, സ്വാമി അയ്യപ്പന്റെ ദർശനം കിട്ടാൻ എന്നെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തുകൂടെ? കോടിക്കണക്കിന് വരുമാനം അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ ആ വരുമാനമൊക്കെ എന്താക്കും? കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എത്ര പരിഹാസപരമായിട്ടാണ് അവിടുത്തെ സ്വാമി അയ്യപ്പന്മാര് മല ചവിട്ടി ഇറങ്ങിയത്. എത്ര ആൾക്കാർ അവിടെ കയറാൻ കഴിയാതെ തിരിച്ച് താഴത്തുനിന്ന് മാല ഊരി വന്നു. അപ്പൊ ഇതൊക്കെ ഓരോ സർക്കാരിന്റെ മാറി മാറി ഭരിക്കുന്ന സർക്കാരുകളുടെ പിടിപ്പുകേടാണ്. അല്ലാണ്ട് ഒരു സർക്കാരിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിണറായി സർക്കാരിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. പിണറായി സർക്കാർ മാത്രമൊന്നല്ലല്ലോ ഇത്രയും കാലം ഭരിച്ചത്. UDF-ഉം ഭരിച്ചിട്ടുണ്ട്, LDF-ഉം ഭരിച്ചിട്ടുണ്ട്. ഇപ്പൊ രണ്ടു കൂട്ടർക്കും അതിന് ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ നമ്മളൊന്ന് നോക്കുക, അനിൽ ആന്റണി ഒന്ന് പോട്ടെ. ഇവിടെ ഉത്തരേന്ത്യയിലുള്ള മാതിരി ആവുന്നില്ല. BJP-ക്കാർ വന്നതെന്ന് വിചാരിച്ചിട്ട് ഇവിടെ തമ്മിൽ അടിക്കൊന്നുമില്ല. ആ BJP-ക്കാരനായിട്ടൊന്നല്ല പറയുന്നത്. പക്ഷെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഓരോ കാര്യങ്ങളുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ അടുത്ത പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദി തന്നെയാ അടുത്ത പ്രധാനമന്ത്രിയാവും. പിന്നെ 5 വർഷം കഴിഞ്ഞിട്ടല്ലേ, അതപ്പം തീരുമാനിക്കാം. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇനിയും അടുത്തതും ഭരിക്കാൻ പോകുന്നത് നരേന്ദ്രമോദി തന്നെയാണ്. അപ്പൊ ആ നരേന്ദ്രമോദിന്റെ കീഴിലേക്ക് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് കുറച്ച് ആൾക്കാർ, നല്ല കുറച്ച് ആൾക്കാർ എല്ലാരെയും വിജയിപ്പിക്കണം, BJP-നെ വിജയിപ്പിക്കണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിനെ കണ്ടെത്താനല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പൊ അതിൽ നിന്ന് കുറച്ച് പ്രതിനിധികൾ, ആ പാർട്ടിയുടെ പ്രതിനിധികൾ പോകട്ടെ. അത് കേരളത്തിന് ഗുണം മാത്രമേ ഉണ്ടാക്കൂ. അല്ലാതെ നമ്മളാരും അത് വർഗീയമായി ചിന്തിക്കുകയോ പേടിക്കുകയോ ഒന്നും വേണ്ട. പേടിപ്പിക്കാൻ പല ആൾക്കാരുണ്ട്, പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇപ്പൊ ഇന്ന് തന്നെ പോലീസ് ഒരു കേസ് എടുത്ത് ഈരാറ്റുപേട്ടയിൽ. അതിന് ശക്തമായ മറുപടി തന്നെ സഖാവ് പിണറായി വിജയൻ പറയുകയും ചെയ്തു. അതിപ്പോ വിപിൻ ലാലും, അഭിജിത്തും, മുകേഷും, ദിനേശും, ഹരീഷും ഒരു വണ്ടി ഓടിച്ച ഒരാളെ മേലെ കുത്തിക്കയറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ആൾക്കാരല്ലാണ്ട് അവരേതൊക്കെയാണ് മതം നോക്കിയിട്ട് കേസെടുക്കാൻ പറ്റും? ഓക്കറും ഹുസൈനും അക്ബറും കരീമും അബ്ദുറഹിമാനുമാണ് കുത്തിയതെങ്കിൽ ഓരോ കേസെടുക്കുക. അതല്ല യോഹന്നാനും ജോജിയും ജെയിംസും ജോണും ഒക്കെയാണ് കുത്തിയതെങ്കിൽ ഓരെയാണ് കേസെടുക്കുക. അല്ലാണ്ട് പോട്ടെ, ഒരു ജോണിനെ എടുത്തോ, ഒരു അക്ബറിനെ എടുത്തോ, ഒരു രാജേഷിനെ എടുത്തോ എന്ന് പറയാൻ പറ്റൂല. ആരാണോ അക്രമം കാണിച്ചത് അവരെ അറസ്റ്റ് ചെയ്യുക, അതാണ് പോലീസിന്റെ. അതിന് തക്കതായ മറുപടി തന്നെ അദ്ദേഹം പിണറായി വിജയൻ അതിന് കൊടുക്കുകയും ചെയ്തു. അപ്പൊ അതല്ലട്ടോ നമ്മളെ വിഷയം അതല്ല. എങ്കിലും ഞാനൊരു പോയിന്റ് പറഞ്ഞതേ ഉള്ളൂ. അതാണ് ഇവിടെ കേരളത്തിലെ ഒരു സ്ഥിതിയാണ് ഞാൻ കാണിക്കുന്നത്. എന്താണ് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഈ കേരളത്തിലുള്ള ആൾക്കാരെടുത്താണ് മനസ്സിലാണ് ഏറ്റവും കൂടുതൽ വർഗീയത. ഉള്ളിലേ ഉള്ളൂ എന്നേ ഉള്ളൂ, പുറത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഉള്ളിൽ മാത്രമേ ഉള്ളൂ അവരേല്, പക്ഷെ പുറത്ത് കാണിക്കുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളിവിടെ BJP-ക്ക് ഒരു 3-4 സ്ഥാനാർത്ഥികളെ കേരളത്തിൽ നിന്നും കേന്ദ്രത്തിലേക്ക് കൊടുത്തെന്ന് വിചാരിച്ചിട്ട് ഇവിടെ യാതൊരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. കേരളത്തിന് നന്മയും കേരളത്തിലേക്ക് ഒരുപാട് വികസനങ്ങളും വരാനേ പോകുന്നുള്ളൂ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ചിന്തിച്ചിട്ടായിരിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ 5 വർഷമല്ല അങ്ങനെ മാറി വരുന്ന MP-മാരും MLA-മാരും എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ഇവിടെ എന്താണ് ചെയ്തതെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഞാൻ പറയുന്നില്ല കേരളത്തിന്റെ ഭരണം വരുന്ന മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കാൻ വരുന്നവരെ BJP-യെ വിജയിപ്പിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. എന്റെ മനസ്സിലുണ്ട്, ഉൾഭയമുണ്ട്, നമ്മളൊക്കെ തമ്മിൽ തല്ലുമോ എന്നുള്ളത്. എന്താണ്, അവർ വന്നിട്ടുണ്ടെങ്കിൽ അവര് തല്ലിച്ചില്ലെങ്കിലും മറ്റുള്ള കൂട്ടരും കൂടി തല്ലിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. അതുകൊണ്ട് BJP വരണ്ട, BJP കേരളം ഭരിക്കണമെന്ന് ഞാനൊട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എങ്കിലും ഇത് മുഖ്യമന്ത്രിനെ തിരഞ്ഞെടുക്കാനുള്ളതാണ്.
ഇത് പ്രധാനമന്ത്രി ആരാവണം എന്നുള്ള, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആരാവണം എന്നുള്ള തെരഞ്ഞെടുപ്പാണ് നമ്മൾ മുന്നിൽ വരാൻ പോകുന്നത്. അത് ശ്രീ നരേന്ദ്രമോദി തന്നെയായിരിക്കും പ്രധാനമന്ത്രി അടുത്തത്. അപ്പോ അതിലേക്ക് കുറച്ച് ആൾക്കാരെ, 3-4 ആൾക്കാരെ ഇവിടുന്ന് കേരളത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ കേരളത്തിന് തന്നെയാണ് ഗുണം ചെയ്യുക. അപ്പം പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെ പോലെയുള്ള നല്ല നല്ല ചുറുചുറുക്കുള്ള ആൾക്കാരെ നമുക്ക് 3-4 ആൾക്കാരെ അവിടെ കൊടുക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ ഇനിയും നമ്മുടെ കൂടുതൽ വീഡിയോകൾ ഇതിൽ വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോയ്ക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമന്റായി രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പൊ ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്.